എൻ്റെ മോനെ കിഡിലൻ മൂവി എക്സ്പീരിയൻസും തിയേറ്റർ എക്സ്പീരിയൻസും പ്രൊവൈഡ് ചെയ്ത പടം തന്നെയായി ഫ്യൂരിയോസ് മാഡ് മാക്സ് ആക. മാഡ് മാക്സ് ഫ്യൂരി റോഡ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കോവിഡിൻ്റെ ടൈമിലാണ്. കാരണം ആ ലോക്ക്ഡൗൺ ടൈമിലിരിക്കുമ്പോൾ ഒരുപാട് മൂവീസ് ഇങ്ങനെ കളക്ട് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സിനിമയൊക്കെ എന്തായിരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവുമെന്ന് ആലോചിച്ചിട്ടുണ്ട്. അത് അതിനുള്ള ഐറ്റം ഉണ്ട് ആ മൂവി, അതറിയാലോ. പക്ഷെ ഇതിലേക്ക് വന്നപ്പോൾ അതിലത്തെ ഫ്യൂരിയോസ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒറിജിൻ സ്റ്റോറി തൊട്ടിട്ട് പിന്നീടുള്ള ഒരു വേൾഡ് ബിൽഡിംഗ് ഒക്കെ നല്ല പക്കയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഓരോ സീക്വൻസ് ആയാലും വെറുതെ നമ്മളൊന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാൾപേപ്പർ ആക്കാനുള്ള ഒരു കിഡിലൻ ഷോട്ടുകൾ ഈ സിനിമയിലുണ്ട്. പിന്നെ പെർഫോമൻസ് വൈസ് പറയേണ്ടത് ആദ്യം തന്നെ പറയേണ്ടത് ആന്യ ടൈലർ ജോയ് ചെയ്തിട്ടുള്ള ഫ്യൂരിയോസയുടെ യങ് വേർഷൻ. കാരണം കുട്ടിക്കാലം തൊട്ടിട്ട് അങ്ങനെ അഡൾട്ട് ആവുന്ന വരെയുള്ള ആ ഒരു ക്യാരക്ടറിന്റെ ജേർണി ഒക്കെ നല്ല സൂപ്പർ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഫ്യൂരിയോസനെ എപ്പോൾ കാണിക്കുമ്പോഴായാൽ പോലും അതെ ശരിക്കും അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ആ ഐസിലാണ്. ആ കണ്ണുകളിലുള്ള ഒരു റേജ് ഒക്കെ ശരിക്കും നമുക്ക് കാണുന്ന ഒരു പ്രേക്ഷകന് ഓരോ ഷോട്ടിലായാൽ പോലും ആ കണ്ണ് എവിടെയും ബ്ലിങ്ക് ചെയ്തതായിട്ട് അധികം കാണിച്ചിട്ടില്ല. ആൻഡ് ആ ഒരു ക്യാരക്ടറിന്റെ കണ്ണിൽ എത്രത്തോളം ഡിറ്റർമിനേഷൻ ഉണ്ട് എന്നുള്ളത് നല്ല സൂപ്പർ ആയിട്ട് തന്നെ കൊണ്ടുവരാൻ പറ്റി. എൻ്റെ ആ ഒരു പെർഫോമൻസും കൂടെ ഇപ്പോൾ കിടിലൻ തന്നെയായി. കാരണം ഒരു ഫീമെയിൽ ലീഡ് ആയിട്ടുള്ള മൂവീസ് ഇപ്പോൾ റീസെന്റ് വേറെ പല മൂവീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പലതും ഒരു ഫീമെയിൽ ലീഡ്, ഇപ്പോൾ സൂപ്പർ ഹീറോ മൂവീസിന്റെ ഒരു ജനറൽ തന്നെ നമുക്ക് നോക്കാം. അതിനുള്ള ഫീമെയിൽ ലീഡ് മൂവീസ് ഒക്കെ ആയിട്ട് കൊണ്ടുവരുമ്പോൾ അത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകളായിട്ടാണ് വെക്കാറുള്ളത്. പക്ഷെ ഇതിലേക്ക് വന്നപ്പോൾ ഭയങ്കര രീതിയിൽ ആ ഒരു ക്യാരക്ടർ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിന് വേണ്ട രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു. അത്രത്തോളം സീരിയസ് ആയിട്ടുള്ള മൊമെന്റ്സിലൂടെയാണ് സിനിമ കൊണ്ടുപോകുന്നത്. ആൻഡ് ക്രിസ് ഹെംസ്വർത്തിന്റെ ഡെമൻഡസ് എന്ന് പറയുന്ന ക്യാരക്ടർ കരിയർ ബെസ്റ്റ് പെർഫോമൻസിനെ പറയാനുള്ളൂ. കാരണം ആ ഒരു ക്യാരക്ടറിന്റെ ആറ്റിറ്റ്യൂഡ്, സ്വാഗ്, വന്ന് നിൽക്കുമ്പോഴൊക്കെയുള്ള ചില ഡയലോഗ് ഡെലിവറീസ് ഒക്കെ സൂപ്പർ ആയിട്ട് ആൾ ചെയ്തു. ആ ഒരു വില്ലനിസത്തിന്റെ ഒരു പീക്ക് വേർഷൻ ആൾക്ക് ഓഫർ ചെയ്യാൻ ഇതിൽ പറ്റിയിട്ടുണ്ട്. ആൻഡ് മൊത്തത്തിലുള്ള ഒരു വേൾഡിനെ നല്ല പക്കയായിട്ട് ഒരു ടെക്നിക്കലി റിച്ച് ആയിട്ട് തന്നെ ഇവരുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ഒരു ഗ്രാൻഡ് വ്യൂ തന്നെയാണ് ഓഫർ ചെയ്യുന്നത്. സിനിമ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു റിഗിന്റെ ആ ഒരു ടാങ്കറിൽ ഉള്ള ഒരു ഫൈറ്റ് ഉണ്ട് ഒരു റോഡിൽ വെച്ചിട്ട് സൂപ്പർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിന്റെ കുറെ മാസ് മൊമെന്റ്സും, അതായത് ഈ സിനിമ ത്രൂ ഔട്ട് മാസ് അല്ല, അത് നമുക്കറിയാം. ഈ ഒരു സിനിമയുടെ ജനറും അല്ലെങ്കിൽ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ആൻഡ് ഇതിന്റെ ജനർ നമുക്കറിയാം മുമ്പത്തെ പടങ്ങളായാലും. പക്ഷെ കിട്ടിയ മൊമെന്റ്സ് ഒക്കെ നല്ലപോലെ സ്കോർ ചെയ്യാൻ എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. ആൻഡ് ഒരുപാട് പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എത്ര കാലങ്ങൾ മാറി മറിഞ്ഞാലും ശരി, അത് ദർ ഈസ് വാസ് ആൻഡ് വിൽ ബി വാർ എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം എന്തൊക്കെ കാര്യങ്ങൾ എത്ര കാലങ്ങൾ മാറി മറിഞ്ഞാലും വാർ എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാർ ആയാലും ശരി, അതിന്റെ അൾട്ടിമേറ്റ് റീസൺ എന്ന് പറഞ്ഞാൽ അധികാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരുപാട് സംഭവങ്ങളും കൊണ്ടും ഓരോ ക്യാരക്ടേഴ്സിന്റെ ബിൽഡപ്പ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ കൊണ്ടുവരിക. ഇത് ഒരു 4K ഡോൾബി അറ്റ്മോസിലൊക്കെ ഇരുന്ന് ഈ മൂവി നമുക്ക് കാണുമ്പോൾ ആ കിട്ടുന്ന ആ ഒരു ഓരോ എഞ്ചിൻ സൗണ്ട്സ് ഒക്കെ കിട്ടുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ട്. ഓ, ഇതൊക്കെ കാശ് കൊടുത്തതിനും മുതലായിട്ടുള്ളൊരു മൂവി തന്നെ നമുക്ക് തോന്നും. അല്ലെങ്കിൽ ഫുൾ മാർക്ക് കൊടുക്കാവുന്ന ഒരു മൂവി എക്സ്പീരിയൻസ് തന്നെയാണ് ഫ്യൂരിയോസ ഡിമാൻഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ക്യാരക്ടറിന്റെ ബിൽഡപ്പ് ഒറിജിൻ സ്റ്റോറി തൊട്ടിട്ട് ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ ഒരു പ്രീക്വൽ ആയിട്ടാണ് ഈ പടം ഇറക്കിയിട്ടുള്ളത്, അറിയാലോ. ആൻഡ് ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ ആ ക്യാരക്ടറിന്റെ റിവെഞ്ച് അത് മാത്രം ഫോക്കസ് ചെയ്യാതെ ആള് കടന്നു പോകുന്ന അവസ്ഥകൾ, അല്ലെങ്കിൽ എങ്ങനെ ഫ്യൂരിയോസ എന്ന് പറയുന്ന ഒരു മോൾഡ് ചെയ്ത് വരുന്നു, ആ ഒരു ക്യാരക്ടറിലേക്ക് മോൾഡ് ചെയ്ത് വരുന്നു എന്നുള്ളത് നല്ല പ്രോപ്പർ ആയിട്ട് കാണിക്കാനായിട്ട് പടത്തിന് പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ നെക്സ്റ്റ് പാർട്ടിന് ഈഗർലി വെയിറ്റിംഗ് ആണ്. വേസ്റ്റ് ലാൻഡ് ഒരു 2025-26 ആയിട്ടാണ് റിലീസ് എന്ന് തോന്നുന്നു. എന്തായാലും പടം നല്ല ഗംഭീര വിഷ്വൽ ട്രീറ്റ് ആൻഡ് മൂവി എക്സ്പീരിയൻസ് തന്നെയാണ്. നിങ്ങൾ ഈ പടം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും, ഇപ്പൊ നിങ്ങൾക്ക് സമയം കിട്ടാത്ത ആൾക്കാർ വളരെ ഉണ്ടാവും, ഇപ്പൊ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പടം തിയേറ്ററിൽ നിന്ന് തന്നെ കാണാം. കാരണം ഈ പടം തിയേറ്ററിൽ നിന്ന് കാണാണ്ട് നമ്മൾ OTT വന്നിട്ട് ഗംഭീര സാധനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പടം തിയേറ്ററിൽ നിന്ന് തന്നെ കാണുമ്പോഴാണ് അതിന്റെ ഫുൾ ഫീല് നമുക്ക് കിട്ടുന്നത്. അത് പ്രത്യേകിച്ച് മാഡ് മാക്സ് ആ ഒരു സെക്ഷനിലുള്ള പടം ആൻഡ് ജോർജ് മില്ലർ ആൻഡ് ഹോൾ ക്രൂ എന്താണോ ചെയ്തു വെച്ചിട്ടുള്ളത് അത് കാണേണ്ട ഒരു സംഭവമാണ്. എന്റെ മോനെ കിടിലൻ സാധനം. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പടത്തെ കുറിച്ചുള്ള അഭിപ്രായം? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക.